ഇന്ന് വെർനിയർ കാലിപ്പർ എക്സ്പെരിമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ പോർഷനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വെർനിയർ കാലിപ്പർ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് രണ്ട് എയിമാണുള്ളത്. ഒന്ന് വോളിയം ഓഫ് ദ സ്ഫിയർ മെഷർ ചെയ്യുക, രണ്ടാമത്തേത് വോളിയം ഓഫ് ദ സിലിണ്ടറും മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസിൽ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്സ്. ഇത് ഞാൻ ലാബിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ റീഡിംഗ് അതെന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദി വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത് 10 ആണ്. സോ ലീസ്റ്റ് കൗണ്ട് കാണുന്നത് 1 മെയിൻ സ്കെയിൽ റീഡിംഗ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദി വെർനിയർ സ്കെയിൽ, അതായത് 0.1 ഡിവൈഡഡ് ബൈ 10 ചെയ്യുക, ദാറ്റ് ഈസ് 0.01 സെൻറ്റിമീറ്റർ. അപ്പോൾ വെർനിയർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്റർ ആണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടു ഫൈൻഡ് ദി വോളിയം ഓഫ് ദ സ്ഫിയർ, ഇതായിരിക്കും ടാബുലർ കോളം വരിക. സോ നമ്മളിവിടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ സ്ഫിയർ 4/3 πr³ ആണ്. അപ്പോൾ നമ്മൾ റേഡിയസ് നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമ്മൾ ഡയമീറ്റർ ആണ് മെഷർ ചെയ്യുന്നത്. സോ ആ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള കോളമാണിത്. അതിൽ നമ്മൾ ട്രയൽ നമ്പർ, ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ട്രയൽ നമ്പറാണ്. നമ്മൾ 5 ട്രയൽസ് ആണ് ചെയ്യുന്നത്. പിന്നെ MSRൻ്റെ ഒരു കോളം, പിന്നെ VSRൻ്റെ ഒരു കോളം, പിന്നെ VSR ഇൻറ്റു LC, പിന്നെ MSR പ്ലസ് VSR ഇൻറ്റു LC, ലാസ്റ്റ് കോളം മീൻ. അപ്പോൾ നമ്മളിത് ട്രയൽസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയായിരിക്കും MSR എപ്പോഴും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും കിട്ടുക, കാരണം നമ്മൾ യൂണിഫോം ആയിട്ടുള്ളൊരു ബോബാണ് യൂസ് ചെയ്യുന്നത്. സോ MSRയുടെയും കോൺസ്റ്റൻ്റ് ആയിരിക്കും, VSRലായിരിക്കും സ്ലൈറ്റ്ലി വേരിയേഷൻസ് ഉണ്ടാവുക. നെക്സ്റ്റ് ടാബുലർ കോളം എന്ന് പറയുന്നത് VSR ഇൻറ്റു LC ആണ്. അപ്പോൾ കിട്ടിയിരിക്കുന്ന VSRനെ ഇൻറ്റു നമ്മുടെ ലീസ്റ്റ് കൗണ്ട് 0.01 വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 9 ഇൻറ്റു 0.01 ചെയ്യുമ്പോൾ നമുക്ക് 0.09 കിട്ടും. ഇനി ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് MSR പ്ലസ് VSR ഇൻറ്റു LC ആണ്. MSR എന്ന് പറയുന്നത് 1.7 ആണ്, പ്ലസ് VSR ഇൻറ്റു LC എന്ന് പറയുന്നത് 0.09 ആണ്. അപ്പോൾ 1.7 പ്ലസ് 0.09 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.79 കിട്ടും. അങ്ങനെ നമ്മൾ ഈ 5 ട്രയൽസും ഈ ടാബുലർ കോളം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഈ ടോട്ടൽ റീഡിംഗ്, അതായത് MSR പ്ലസ് VSR ഇൻറ്റു LC എന്ന് പറയുന്നതാണ് നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ. ഇനി മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ 5 ട്രയൽസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുക, ബൈ എന്ത് ചെയ്യുക, 5 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 1.748 എന്നുള്ള ആൻസർ കിട്ടും. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക സെൻറ്റിമീറ്ററിലാണ്. നമ്മുടെ SI യൂണിറ്റ് മീറ്റർ ആയതുകൊണ്ട് നമ്മൾ എല്ലാ റീഡിങ്സിനും എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് 1.748 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, റേഡിയസ് കണ്ടുപിടിക്കണം. സോ റേഡിയസ് ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, R = D/2, അതായത് 1.748 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, 0.874 സെൻറ്റിമീറ്റർ എന്ന് വരും. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ റേഡിയസ് ഓഫ് ദ സ്ഫിയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ R = D/2 ആണ്. റേഡിയസ് = diameter/2. നമുക്ക് ഡയമീറ്റർ കിട്ടിയത് 1.748 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ബൈ 2 ചെയ്യുക. സോ നമുക്ക് 0.874 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സെൻറ്റിമീറ്ററിന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്ററിലേക്ക്. സോ 0.874 ഇൻറ്റു 10⁻⁻² മീറ്റർ എന്നാണ് കിട്ടുക. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, വോളിയം ഓഫ് ദ സ്ഫിയർ. അപ്പോൾ അതിനുള്ള ഫോമുല നമുക്കറിയാം, ദാറ്റ് ഈസ് 4/3 πr³ ആണ് സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഫോമുല. അപ്പോൾ 4/3 ഇൻറ്റു പൈ, അതായത് 3.14 ഇൻറ്റു എന്ത് വരും, 0.6. എന്താണ്, 0.874 ഇൻറ്റു 10⁻⁻². ആറിൻ്റെ ക്യൂബാണ്. അപ്പോൾ നമ്മൾ 6 എഴുതി, അതിൻ്റെ എന്ത് ചെയ്യുക, ക്യൂബ് എഴുതുക, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, 4/3 ഇൻറ്റു 3.14 ഇൻറ്റു, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഈ പവേഴ്സ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ ഭേദം സെപ്പറേറ്റ് ആയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ ആദ്യം നമുക്കൊന്ന് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 0.874 ദി ഹോൾ ക്യൂബ് ഇൻറ്റു എന്തെന്ന് വരും, 10⁻⁻² ദി ഹോൾ ക്യൂബ് എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഇത് 4/3 ഇൻറ്റു 3.14 ഇൻറ്റു 0.874ൻ്റെ ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2.797 ആയിരിക്കും. ഇൻറ്റു 10⁻⁻²ൻ്റെ ക്യൂബ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 10⁻⁻6. വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആയിരിക്കും. സോ ഇതാണ് എന്ത്, ദ സ്ഫിയറിൻ്റെ വോളിയം. നെക്സ്റ്റ് വെർനിയർ കാലിപ്പറിൽ വരുന്ന സെക്കൻഡ് എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദി വോളിയം ഓഫ് ദ സിലിണ്ടർ ആണ്. സോ നമുക്ക് സിലിണ്ടർ കാണാനുള്ള സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഫോമുല നമുക്കറിയാം, V = πr²L ആണ്. അപ്പോൾ നമുക്ക് റേഡിയസും കണ്ടുപിടിക്കണം, ലെങ്ത്തും കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ആണ്. അതായത് സിലിണ്ടറിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ടാബുലർ കോളാണ്. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ടാബുലർ കോളം, ആദ്യത്തെ ട്രയൽ നമ്പർ, പിന്നത്തെ MSR റീഡിംഗ് എഴുതാനുള്ളത്, പിന്നെ VSR ഇൻറ്റു LC, പിന്നെ ടോട്ടൽ റീഡിംഗ്, ഫൈനലി മീൻ ചെയ്യാം.
ഇത് നിങ്ങൾ റീഡിങ്സ് സെയിം രീതിയിൽ തന്നെ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, റീഡിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്ത് ബൈ 5 ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ മീൻ കിട്ടും. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ നിങ്ങൾക്ക് സെൻറ്റിമീറ്ററിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് ടാബുലർ കോളം എന്താണ്, ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും നേരത്തെ ചെയ്താൽ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റീഡിങ്സ് എല്ലാം എടുക്കുക. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടുള്ള ഒരു സിലിണ്ടർ ആയിരിക്കും തരിക. അതിൽ MSR റീഡിങ് അപ്പോൾ എന്തായിരിക്കും വരിക, കോൺസ്റ്റൻ്റ് ആയിരിക്കും വരിക. അങ്ങനെ ഇവിടെയും ടോട്ടൽ റീഡിംഗ് ഉണ്ടാവും. ആ ടോട്ടൽ റീഡിംഗ് എന്ത് ചെയ്യുക, അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 1.228 സെൻറ്റിമീറ്റർ എന്നായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയമീറ്റർ 1.228 സെൻറ്റിമീറ്റർ എന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കാണാൻ വേണ്ടി എന്താ ചെയ്യാം, റേഡിയസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2, അതായത് 1.228 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, 0.614 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഡയമീറ്റർ കിട്ടിയത് 1.228 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് റേഡിയസ് എങ്ങനെ മെഷർ ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2 ചെയ്യുക. അതായത് ഡയമീറ്റർ എത്രയായിരുന്നു, 1.228 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, 2 ചെയ്യുക. നിങ്ങൾക്ക് 0.614 സെൻറ്റിമീറ്റർ എന്നായിരിക്കും കിട്ടുക. ഇത് സെൻറ്റിമീറ്ററിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്ററിലേക്ക്. അപ്പോൾ 0.614 ഇൻറ്റു എന്തെന്ന് ചെയ്യാം, 10⁻⁻² മീറ്റർ. നിങ്ങൾക്ക് റേഡിയസ് കിട്ടി. അപ്പോൾ റേഡിയസായി. നേരത്തെ നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ലെങ്ത്ത് എത്രയായിരുന്നു, 2.438 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, മീറ്ററിലേക്ക്. അപ്പോൾ 2.438 ഇൻറ്റു 10⁻⁻² മീറ്റർ എന്നായിരിക്കും വരിക. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ്, വോളിയം കണ്ടുപിടിക്കുക. വോളിയം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വോളിയം ഈസ് ഇക്വൽ ടു പൈ r² L ആണ്. ദാറ്റ് ഈസ് വോളിയം ഈസ് ഇക്വൽ ടു പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു ആർ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്, 0.614 ഇൻറ്റു 10⁻⁻² ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും, ലെങ്ത്ത്. അതായത് 2 ലെങ്ത്ത് ഇതാ കിട്ടിയിട്ടുണ്ട്. 2.438 ഇൻറ്റു 10⁻⁻² എന്ന് വരും. ഇവിടെ നമ്മൾ വോളിയം ഈസ് ഇക്വൽ ടു നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് പൈ r² L ആണ്. പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 0.614 ഇൻറ്റു 10⁻⁻² ആണ്. അപ്പോൾ 0.614 ഇൻറ്റു 10⁻⁻² ദി ഹോൾ സ്ക്വയർ ഇട്ടു ഇൻറ്റു ലെങ്ത്ത് എന്താണ്, 2.438 ഇൻറ്റു 10⁻⁻² ആയിരിക്കും വരിക. ദാറ്റ് ഈസ് വോളിയം ഈസ് ഇക്വൽ ടു 3.14 ഇൻറ്റു ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പവേഴ്സ് കൊടുക്കുക. അപ്പോൾ 0.614 ഹോൾ സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും, 10⁻⁻²ൻ്റെ ഹോൾ പവർ വരും. അതായത് raised to 2 വരും. ഇൻറ്റു 2.438 ഇൻറ്റു 10⁻⁻² എന്ന് വരും. ദാറ്റ് ഈസ് വോളിയം ഈസ് ഇക്വൽ ടു 3.14 ഇൻറ്റു 0.614ൻ്റെ സ്ക്വയർ ഇൻറ്റു പിന്നെ 2.438 ഇൻറ്റു 10ൻ്റെ പവേഴ്സ്. ഇവിടെ 10⁻⁻² ദി ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ എന്താ വരിക, 10⁻⁻4 വരും. ഇവിടെ 10⁻⁻2 ഉണ്ട്. അപ്പോൾ 10⁻⁻4 ഇൻറ്റു 10⁻⁻2 എന്താ വരിക, 10⁻⁻6 എന്ന് വരും. അതായത് വോളിയം ഈസ് ഇക്വൽ ടു ഇതിനെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.8875 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും വരിക. ഇൻറ്റു നമ്മുടെ എന്ത് വരിക, 10⁻⁻6. പിന്നെ വോളിയം കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആയിരിക്കും വരിക. അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ കാൽക്കുലേഷൻ പാർട്ട് വരിക. അപ്പോൾ നിങ്ങളുടെ വെർനിയർ കാലിപ്പറിൻ്റെ റിസൾട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും എഴുതണ്ട, ഫൈനൽ റിസൾട്ട് മാത്രം. അതായത് 2.797 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബ് എന്ന് എഴുതുക. വോളിയം ഓഫ് ദ സിലിണ്ടർ ഇസ് ഇക്വൽ ടു 2.8875 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബ് എന്ന് എഴുതുക.